ഇപ്പോൾ ജയിച്ചു കഴിയുമ്പോൾ ബി ജെ പി സർക്കാരിനെ കണ്ണുടച്ച് മോഡിയെ കണ്ണുടച്ച് പിന്തുണയ്ക്കുന്ന ശശി തരൂർ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ ഏറ്റവും മോശക്കാരനും ഏറ്റവും വൃത്തികെട്ടവനും ഏറ്റവും ഫാസിസ്റ്റുമായിട്ട് അവതരിപ്പിക്കുന്നത് മോഡിയാണ്. അതാണ് പ്രശ്നം. ഇത് ഇവിടെ ഫാസിസത്തിന്റെ വിഷയമാണ് ഇവിടുത്തെ വിഷയം. ഇല്ല, ഞാൻ പറയട്ടെ. അതായത് ഇയാളുടെ ദേശീയ ഞാൻ പറയുന്ന ഒരേ ഒരു പോയിന്റ് ഇതാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് ഉണ്ടായി, സംഘർഷമുണ്ടായി, ശരി, അതിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് ആദ്യം ഈ ഒരു വിഷയത്തിൽ അത് നടന്നുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടുതൽ ചൂടുപിടിക്കുന്നപ്പോഴാണ് ഈ സൈനിക നടപടി, അത് ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക നടപടിയാണെങ്കിൽ തന്നെയും ഏത് സംഘടനകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ തന്നെയും അതിനുശേഷം നടക്കുന്ന ചർച്ചകൾക്കും വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ സൈനിക നടപടിയുടെ ചൂട് കെട്ടാറും മുൻപ് ഇത്തരത്തിൽ ഉള്ള അഭിപ്രായ വ്യത്യാസം ഇന്ത്യയിൽ ഉയരുന്നു എന്നുള്ളത് അന്തർദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, ഡിപ്ലോമാറ്റ്സ് ചർച്ച ചെയ്യുന്നുണ്ട്. അത് പാകിസ്ഥാൻ തന്നെ ഉയർത്തിക്കാട്ടിയ കാര്യമാണ്. ഇന്ത്യയിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന്. അത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. ഇതാണോ നമ്മൾ പ്രൊജക്ട് ചെയ്യേണ്ട ഇന്ത്യ? ഇന്ത്യയിൽ എന്റെ ഒരേ ഒരു ചോദ്യം, ഈ സൈനിക നടപടി നടന്നത് ആർക്കെതിരെയാണ്? ഭീകരർക്കെതിരെയാണ്. പാകിസ്ഥാനെതിരെ അല്ല, ഭീകരർക്കെതിരെയാണ്. ഭീകരർക്കെതിരെയുള്ള നടപടിക്ക് പിന്നാലെ പാകിസ്ഥാനോട് ഇന്ത്യ കൃത്യമായി പറഞ്ഞിരുന്നു, നിങ്ങൾ ഇനി ഏത് തരത്തിലാണ് ഇങ്ങോട്ട് ഇടപെടുന്നത് അതിന്റെ ഇരട്ടിയായി ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും. അതിനെതിരെ അവർ ഡ്രോണുകളെ പ്രയോഗിച്ചു, ഡ്രോണുകൾ ഞങ്ങൾ അടിച്ചിട്ടു, അവരുടെ എയർബേസുകൾ തകർത്തു. അത് സംബന്ധിച്ചൊന്നും തർക്കമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളാ. അതൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് യോജിപ്പാണുള്ളത്. പിന്നെ തർക്കമില്ല. എന്താണ് പ്രശ്നം? ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ലോങ് സ്റ്റാൻഡിങ് ഇഷ്യൂസ് ഒന്നും പരിഹരിക്കാതെ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തന്നില്ല. പരിഹരിക്കാതെ സിംല കരാർ പറഞ്ഞതിൽ നിന്ന് ഇതിനകത്ത് കൂട്ടിക്കുഴയ്ക്കാൻ നിൽക്കരുത്. കാരണം എന്താണെന്നറിയോ? പറയട്ടെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിട്ട് കൂട്ടിക്കുഴയ്ക്കണ്ട. അല്ല, പാകിസ്ഥാനുമായി ഇന്ത്യ നടത്തിയ സൈനിക ഇടപെടൽ സംബന്ധിച്ചോ, അല്ലെങ്കിൽ പാകിസ്ഥാനെ അവർ തകർത്തത് സംബന്ധിച്ചോ, പാകിസ്ഥാനോട്ട് അയച്ച ഡ്രോൺ സംബന്ധിച്ചോ ഒന്നും എനിക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതെല്ലാം 100% ശരി തന്നെയാണ്. ചർച്ച എന്താണ്? ആ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള തരൂർ എടുത്തിട്ടുള്ള നിലപാടിനെ കുറിച്ച് മാത്രമാണ്.